ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ അച്ഛൻ്റെ ദേവാല പൂജ കഴിഞ്ഞു. അച്ഛൻ എനിക്കും മുത്തശ്ശനൊക്കെ പ്രസാദം തന്നു. ഞാൻ നമസ്കരിച്ചു അവിടെ മണിയാറ്റയിൽ. ഇപ്പോൾ ഇവിടെ ഗണപതി പൂജ നടക്കുകയാണ്. അവിടെ നമസ്കരിച്ചു. എനിക്ക് പ്രസാദവും തന്നു. ഇപ്പൊ എനിക്ക് പത്രക്കാരൊരു ഗിഫ്റ്റ് തന്നത്. ഇതാണ് എന്റെ പത്രക്കാരൻ തന്ന ഗിഫ്റ്റ്. എനിക്ക് പത്രക്കാരൻ ഗിഫ്റ്റ് തന്നു. ഇത് എനിക്ക് വേണ്ടി, എൻ്റെ പിറന്നാളിന് എനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയ ഒരു ഗിഫ്റ്റാണ്. ഇത് എനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയ ഒരു ഗിഫ്റ്റാണ്. ഞാൻ ഹാപ്പി ബർത്ത്ഡേനെ കുറിച്ചൊരു ഭാഗത്ത് എഴുതിയിട്ട് ബാക്കി എല്ലാവരും ഞാൻ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് ഇവിടെ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഞാനാണിത്. എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ന് എൻ്റെ പിറന്നാളാണ്. ഞാൻ നല്ല കുട്ടിയാണ്. ഞാൻ കേക്ക് മുറിച്ചു. ഗിഫ്റ്റ് തുറന്നു. സമ്മാനം കിട്ടി. അപ്പം ഇതാണ് ഞാൻ എഴുതിയ ഗിഫ്റ്റ്. ഇതിൽ ഞാൻ എൻ്റെ ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ ഡിസ്കസ് ചെയ്തതിൽ ഞാൻ ഇതൊക്കെ കാണുന്നതിൽ മാത്രം എല്ലാവരും നന്ദൂട്ടം മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു വഴിയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ മുത്തശ്ശനും അരി എൻ്റെ തലയിലേക്ക് ഇട്ടു. ഇതാണ് ഞാൻ അതെന്താണ് നമുക്ക് പൊളിച്ച് നോക്കാം. ആദ്യം ഞാൻ തന്ന ഗിഫ്റ്റ് ഇതാണ്. ഇതാണ് എന്റെ നന്ദൂട്ടൻ തന്ന ഗിഫ്റ്റ്. ഹാൻഡ് ബാഗ് ആണ് എന്റെ നന്ദൂട്ടൻ തന്നത്. സൂപ്പർ ഹാൻഡ് ബാഗ്. ഇത് എന്നെ അമ്മ തന്ന ഗിഫ്റ്റാണ്. പൊളിച്ച് നോക്കാം. അമ്മ തന്ന ഗിഫ്റ്റ് കുറച്ചും കൂടി സൂപ്പർ ആക്കി. ഇതെന്താണ് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കുറെ വർഷങ്ങളായി ആഗ്രഹിച്ചിരിക്കുന്നത് എന്റെ ആഗ്രഹം സഫലമാക്കിയത് അച്ഛൻ. മേക്കപ്പ് സെറ്റ്. അപ്പൊ മേക്കപ്പ് സെറ്റ് ആണ് എന്റെ അമ്മ എനിക്ക് ഗിഫ്റ്റ് തന്നത്. വളരെ സൂപ്പർ മേക്കപ്പ് സെറ്റ് ആണ്. ഇനി അച്ഛൻ തന്ന ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്രൂട്ട്സ് കളറിംഗ് പെണ്ണ്. അപ്പൊ
മേക്കപ്പ് സെറ്റാണ്. അപ്പോൾ മേക്കപ്പ് സെറ്റ് എനിക്ക് ഞാൻ തുറന്നു നോക്കി. അപ്പോൾ ഇതാണ് ഞാൻ കണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു മേക്കപ്പ് സെറ്റ് കിട്ടണമെന്ന്. പിന്നെ പിറന്നാൾ വന്നപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ആഗ്രഹം നടന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ അതിന്